നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും ഹനുമാൻ സ്വാമിക്ക് സിന്ദൂരം ചാർത്തുക. പലരും ഹനുമാൻ സ്വാമിയുടെ ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോയിലൊക്കെ ഇവിടെ സിന്ദൂരം ചാർത്തിക്കളം, എല്ലാ ദിവസവും സിന്ദൂരം തൊടിപ്പിക്കും, അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ മറ്റൊരു തലത്തിൽ ഹനുമാൻ സ്വാമി ഉപാസിക്കാം. ഹനുമാൻ സ്വാമിയുടെ വെറ്റില ഇഷ്ടമാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ? വെറ്റിലയിൽ ശ്രീറാം ശ്രീറാം എന്നെഴുതിയതിന് ശേഷം അതിനകത്ത് അല്പം കുങ്കുമമിട്ടുകൊണ്ട് ആ കുങ്കുമമിട്ട വെറ്റില ഒരു താലത്തിലായിട്ട് ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ നിവേദ്യമായി വെച്ച് തൊഴുതു പ്രാർത്ഥിച്ച് പിന്നെ ഹനുമാൻ ചാലീസോ ഹനുമാന്റെ മന്ത്രങ്ങളോ ഒക്കെ ചൊല്ലി നമസ്കരിച്ചു കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധിക്ക് ഇതുപോലെ മറ്റൊരു വഴിപാടില്ല. ശത്രുപരമായി നിൽക്കുന്ന, ശത്രുക്കൾ എന്ന് പറയുന്നത് നമുക്കെതിരായി നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ദുർഘടമായി നിൽക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദോഷങ്ങളെയും മാറ്റാൻ ഇതിൽ പരം നല്ലൊരു വഴിപാടില്ല. കർക്കിടക മാസം ചെയ്യേണ്ട. അപ്പൊ കർക്കിടകം കഴിഞ്ഞാൽ ചെയ്യാവോ തിരുമേനി? അടുത്ത ചോദ്യം ഇതാണ്. കാരണം എന്ത് കാര്യത്തിലും നമുക്ക് അങ്ങനെയാണല്ലോ. കർക്കിടകം കഴിഞ്ഞാൽ ചിങ്ങത്തിൽ ചെയ്താൽ വിരോധമാവുമോ എന്നൊരു ചോദ്യം ഇപ്പൊ വരും. ചിങ്ങത്തിലും ആവാം, പക്ഷെ തുടങ്ങേണ്ടത് കർക്കിടകത്തിലാണ്. കർക്കിടക മാസത്തിൽ തുടങ്ങാം. ബുധനാഴ്ച ദിവസം മാത്രം ചെയ്യാം.